ഇനി രണ്ടാമത്തെ ശാസ്ത്രീയത, അലോപ്പതിക്കാർ തരുന്ന ഈ കെമിക്കൽ ഗുളികകൾ, അതിലെ കെമിക്കലുകൾ ഏതെല്ലാം ഫ്രൂട്ട്സിലുണ്ട്, വെജിറ്റബിളിലുണ്ട്. അതെടുത്ത് നിങ്ങൾ കഴിച്ചാൽ പോരെ? സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് കാര്യം നടക്കില്ലേ? നിങ്ങളുടെ രക്തത്തിൻ്റെ HB കുറഞ്ഞു, ഹീമോഗ്ലോബിൻ കുറഞ്ഞു, വെച്ചാൽ അയൺ കണ്ടന്റ് കുറഞ്ഞു എന്നാണ് അവർ പറയുക. ഇരുമ്പിൻ്റെ കുറവുണ്ട് നിങ്ങളുടെ കുട്ടിക്ക്, അതിന് ഇരുമ്പ് ഗുളിക മരുന്ന് കമ്പനികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയൺ ഗുളിക നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മുഴുവൻ ഈ പാഷാണം കൊടുക്കുകയാണ്. ആ പാവം കുട്ടികൾ ഇപ്പം ഈ ഷിഗല്ലയുടെ പുറകിൽ എന്താ? ഈ കുട്ടികൾക്ക് മാത്രം ഷിഗല്ല എന്താ മുതിർന്നവരെ കയറി പിടിക്കാഞ്ഞ്? നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മുഴുവനും അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ വാരി കൊടുക്കുകയാണ് ഇരുമ്പ് ഗുളിക. ക്രിമിനൽ കുറ്റമാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഇതുപോലെ അയൺ ഗുളിക കൊടുക്കുന്നത് മെഡിക്കൽ ക്രൈമാണ്. ഗുളിക മെഡിക്കൽ ക്രൈമാണ് ചെയ്യുന്നത്. ഈ കുട്ടികളുടെ എല്ലാം പ്രതിരോധ ശേഷി നശിഞ്ഞ് ഗുളികയെല്ലാം പല പ്രാവശ്യം കഴിച്ചു കഴിയുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം വീക്കായി, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മ്യൂക്കസ് മെംബ്രെയിൻ ഒലിച്ചുപോയി, അയൺ ഗുളിക കഴിച്ച് അയൺ ഓവർലോഡ് വന്ന് കരളിന് കേട്, വൃക്കയ്ക്ക് കേട്. കരളിന് കേട് തുടങ്ങുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കുറയും. അതൊക്കെയാണ് ഈ ഷിഗല്ല എന്ന് പറഞ്ഞ് സ്കൂൾ കുട്ടികൾ തുരുതുരാതെ കൂടാൻ പോവുകയാണ്. നിങ്ങൾ കുറിച്ചു വെച്ചോ, അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലും ഷിഗല്ലയും നിപ്പയും കപ്പയും. എന്താ ഞങ്ങൾക്കാർക്കും ഷിഗല്ല വരുന്നില്ല? എന്താ ഞങ്ങൾക്കാർക്കും നിപ്പ വരുന്നില്ല? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഡെങ്കിപ്പനിയും ഡോങ്കിപ്പനിയും വരാത്തത്? കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവരാം. ആരോഗ്യവകുപ്പ് സത്യസന്ധമായ ഒരു പഠനം നടത്തുമെങ്കിൽ ഈ അണുക്കളെയൊന്നും ഭയക്കാതെ, കുറേ നുണയെപ്പോലും ഭയക്കാതെ ജീവിക്കുന്ന ആയിരക്കണക്കിന് പ്രകൃതി ജീവനം പാലിക്കുന്നവരെ കൊണ്ടുവരാം. ഞങ്ങൾക്കാർക്കും അത് പിടിക്കില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ശരീരം ബയോളജിക്കലാണ്, കെമിക്കൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. ബയോളജിക്കലായ സാധനമാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യത്തെ നിയമം. രണ്ടാമത്തത്, അയൺ ഡെഫിഷ്യൻസി വന്നു, വിളർച്ച വന്നാൽ അയൺ ഗുളിക കഴിച്ചാൽ പെട്ടെന്ന് മാറും, ശരിയാണ്. പക്ഷെ അയൺ ഗുളിക കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്? എ മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, വായിൽ ലോഹത്തിൻ്റെ ചുവ വരിക. സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, പല്ലിൽ കറ പിടിക്കുക. എപ്പിഗ്യാസ്ട്രിക് പെയിൻ, മേലുവയറ് വീർത്തൊരു വേദന. ഡയറിയ മോർ ദാൻ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തെക്കാൾ കൂടുതൽ വയറിളക്കം പിടിക്കാം. ഇതൊക്കെയാണ് അയൺ ഗുളിക കഴിച്ചാൽ ഉടനെ ഉണ്ടാകുന്ന മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ്. ഇത് മരുന്ന് കമ്പനികൾ തന്നെ പറയുന്ന സൈഡ് എഫക്ട്സ് ആണ്. യഥാർത്ഥ സൈഡ് എഫക്ട്സ് അവർ മിണ്ടുകയല്ല. കരളിന് കേട്, വൃക്കയ്ക്ക് കേട്, രക്തത്തിന് കൂടുതൽ കുഴപ്പം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് അലോപ്പതി ശാസ്ത്രീയ ചികിത്സയിലൂടെ പോവാം. പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് ബ്ലഡ് കുറഞ്ഞ് അതിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വന്നാൽ ഞങ്ങൾ പൂർണ്ണ വിശ്രമം, വെയിൽ കൊള്ളാൻ പറയും. ചീരക്കറി കൊടുക്കും, നെല്ലിക്ക ചമ്മന്തി കൊടുക്കും, ബീട്രൂട്ട് ജ്യൂസ് കൊടുക്കും, കറിവേപ്പില ചമ്മന്തി കൊടുക്കും, തവിട് കളയാത്ത ഉണക്കലരിയുടെ ചോറ് കൊടുക്കും, പഴങ്ങൾ കൊടുക്കും, പച്ചക്കറികൾ കൊടുക്കും. പ്രാകൃതം, അയ്യേ മോശം. ശാസ്ത്രീയ ചികിത്സ. അയൺ ഗുളിക അങ്ങോട്ട് കഴിച്ചപ്പോൾ വെറും 2-3 ദിവസം കൊണ്ട് കുട്ടിയുടെ ബ്ലഡൊക്കെ മുകളിലേക്ക് പോകുന്നു, ഉഷാറായി. പ്രകൃതിക്ക് പോയിട്ട് ഈ പച്ചക്കറിയും പഴവും തിന്ന് 2-3 ആഴ്ച എടുത്തുന്നേ. ഈ 2 കൂട്ടർക്കും, ചീരക്കൂട്ടർക്കും ഗുളികക്കൂട്ടർക്കും അയൺ എവിടെ നിന്നാണ് കിട്ടിയത്? എവിടെ നിന്ന് അയൺ കിട്ടിയത്? മണ്ണിൽ നിന്നല്ലേ? മരുന്ന് കമ്പനി മണ്ണിൽ നിന്ന് ഖനനം ചെയ്ത് നേരിട്ടെടുത്തു. ഞങ്ങൾ മണ്ണിലുള്ള അയണിനെ ചീരച്ചെടി വലിച്ചെടുത്തത് ഉപയോഗിച്ച്, ആ ചീര ഉപയോഗിച്ച്, ബീട്രൂട്ട് ഉപയോഗിച്ച്, കാരറ്റ് ജ്യൂസ് ഉപയോഗിച്ച്, നെല്ലിക്ക. എന്തിനാ നെല്ലിക്ക കൊടുക്കുന്നത്? നെല്ലിക്കയിൽ അയൺ ഇല്ലല്ലോ. നെല്ലിക്കയിലെ വൈറ്റമിൻ സി ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ അയൺ, ഇരുമ്പിൻ്റെ അംശം ഭക്ഷണത്തിൽ നിന്ന് ആഗിരണം ചെയ്തെടുക്കാൻ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വൈറ്റമിൻ സി കൂടെ
നെല്ലിക്കയിലൂടെ ചെറുനാരങ്ങയിലൂടെ ഞങ്ങൾ കൂടുതലായിട്ട് കൊടുക്കും. ഇതാണ് ശാസ്ത്രീയത. ഇതിലേതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ശാസ്ത്രം? രണ്ടും ശാസ്ത്രമാണ്. മറ്റത് ആരോഗ്യശാസ്ത്രത്തിൽ അപകടമാണ് നേരിട്ട് ഇരുമ്പ് ഗുളിക കഴിക്കുന്നത്. കാന്തത്തിൽ ചാടിപ്പിടിക്കും. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ കഴിക്കുന്ന ഇരുമ്പ് ഗുളിക എടുത്ത് കാന്തം കാണിച്ചോ ചാടിപ്പിടിക്കില്ലെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചോളൂ, ചാടിപ്പിടിക്കും. കരളും കിഡ്നിയും പോകും എന്നുള്ളതിന് വേറെ വല്ല തെളിവും വേണോ? അപ്പൊ അത് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ്, ശരിയാണ്. പക്ഷെ ആരോഗ്യത്തിന് അപകടകരമായ ശാസ്ത്രമാണ് ചീരശാസ്ത്രം. ചീരശാസ്ത്രം, നിങ്ങൾ ചീര കഴിച്ചാൽ എന്താ സംഭവിക്കുക? നെല്ലിക്ക കഴിച്ചാൽ എന്താ സംഭവിക്കുക? ഓർമ്മ കൂടും, കണ്ണിന് തെളിച്ചം കൂടും. ചീര കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശോധന കിട്ടും. പലപ്പോഴും ഈ കുഴപ്പത്തിൻ്റെയൊക്കെ പിന്നിൽ മലബന്ധവും കൂടി ഉണ്ടാകും. ആ ചെറുകുടല് അടിച്ച് വൻകുടലും ഒക്കെ ക്ലീൻ ചെയ്ത് തരും, രക്തശുദ്ധി വരും, ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് ബലം വയ്ക്കും, അസ്ഥിബലം വരെ വർദ്ധിപ്പിക്കുന്നതാണ് ചീര. നെല്ലിക്കയും കൂടെ ചേരുമ്പോൾ പറയുകയും വേണ്ട, ഒരുമിക്ക രോഗങ്ങളും അതോടെ മാറിക്കിട്ടും. ഏതാണ് ശാസ്ത്രീയ സമീപനം? മറ്റേ ശാസ്ത്രത്തിൽ ബെനിഫിഷ്യൽ ഗ്രൂപ്പുകളുണ്ട്, പലർക്കും താല്പര്യമുണ്ട്. നിങ്ങൾ അയൺ ഗുളിക കഴിച്ച് ഹീമോഗ്ലോബിൻ കൂട്ടിയെടുക്കണമെന്നുള്ളത് മരുന്ന് കമ്പനികൾ തുടങ്ങി ആശുപത്രിയിലെ ഡോക്ടർ വരെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ വരെ വലിയൊരു സംഘം ആളുകളുണ്ട്. അവരുടെ മക്കൾക്ക് അവർ ചീര തന്നെ കൊടുക്കും, അയൺ ഗുളിക കൊടുക്കത്തില്ല. എനിക്ക് ഉറപ്പാണ്. ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്.